രണ്ട് വേറിട്ട കാഴ്ചകൾ കണ്ടു. ആ രണ്ടിൻ്റെയും ബാക്കി എന്തായിരുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. തലയ്ക്ക് ഭ്രാന്ത് ബാധിച്ച, ബോധം നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ്റെ വിഹ്വലതകൾ സൃഷ്ടിക്കുന്ന പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾക്ക് വളരെ മനോഹാരിത പകരുന്നതാണ് ഈ കാഴ്ചകൾ. സംഗതി ആ കാഴ്ചകൾ കണ്ടിട്ട് ഓരോന്നിനെക്കുറിച്ചും പറയാം. ദേ ആദ്യത്തെ കാഴ്ച. അനുഗ്രഹം വാങ്ങണേണ്. കമഴ്ന്ന് കിടക്കുകയാണ്. കാള പുറത്തുകൂടെ ഓടുകയാണ്. കാളയാണോ പശുവാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി വേറിട്ട ഇനമുള്ള പശുവല്ലോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെയൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം പറയണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായിത്തീരും. ഇതിനെ സ്നേഹിക്കുന്നവരും ഈ കലയെ സ്നേഹിക്കുന്നവരുമൊക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇതിന് ശേഷം ഇവരുടെ വാരിയല്ലുകൾക്കോ അന്തരാവയവങ്ങൾക്കോ പിന്നെ പയറും വള്ളിക്കുമോ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ആകാംക്ഷാപൂർവ്വം അറിയാൻ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇത് നേരിട്ട് കണ്ടിട്ടുള്ളവരാരെങ്കിലും നമ്മുടെ സുഹൃത്ത് വലയത്തിലോ കാഴ്ചക്കാരിലോ ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഇതിൻ്റെ ബാക്കി പത്രവും ഇതിൻ്റെ നൽപ്പും തിൽപ്പും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇതിൻ്റെ പുറത്തുകൂടി ഓടിയത് കാളകളാണെങ്കിൽ ഇനി കാളകളുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു ചടങ്ങുണ്ട്. അതേതാണെന്നറിയോ? ഉത്തമ സമുദായത്തിൻ്റെ യക്ഷിക്കല്യാണം. ഉത്തമ സമുദായത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട ചടങ്ങാണ്. തലമുറകളെ സൃഷ്ടിക്കുന്ന പരിപാവനമായ ചടങ്ങാണ്. ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഓതുന്ന ഖുർആൻ വചനത്തിൽ റസൂലും കുടുംബജീവിതവും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഇണകളെക്കുറിച്ചും തുണയാകുന്നതിനെക്കുറിച്ചും കൃത്യമായി പറയുന്ന വരികളും വാചകങ്ങളും അടങ്ങിയ സംഗതികൾ വായിക്കപ്പെടുന്ന ചടങ്ങാണ്. ആളുടെ സമ്പത്തനുസരിച്ച് പവിത്രരും പരിപാവനരുമായ ആളുകൾ വേദിയിലിരിക്കുന്ന ചടങ്ങാണ്. ആ വേദിയിലിരിക്കുന്ന ചടങ്ങിൽ സാമ്പത്തിക ശ്രേഷ്ഠതയുടെ വലിപ്പമനുസരിച്ച് ഏറ്റവും ഉയർന്ന ആളുകൾ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാഹ് ചൊല്ലി പെണ്ണിന് അങ്ങോട്ട് മഹർ കൊടുത്ത് അതിൽ പോലും സൂക്ഷ്മത പുലർത്തി പ്രവാചകചര്യ പാലിച്ച് നടത്തുന്ന ഒരു സംഗതിയാണ്. അവിടുത്തെ ഒരു ദൃശ്യം കാണാം. ദേ കണ്ടോളൂ. അപ്പോൾ ചോദിക്കും, നേരത്തെ കാണിച്ച കാഴ്ച ഈ കാഴ്ചകളെന്താണെന്ന്. അതായത് ആദ്യം കാണിച്ചത് 2 കാലുള്ള കഴുതകൾ കമന്ന് കിടക്കുമ്പോൾ 4 കാലുള്ള കാളകൾ അതിൻ്റെ പുറത്തുകൂടി ഓടുന്നു. എന്നാൽ ഇവിടെ 4 കാലുള്ള കാളകളില്ല, 2 കാലുള്ള കഴുതകളും കാളകളും ഇവർ ചേർന്ന് നടത്തുന്ന ഒരു സംഗതിയാണ്. വേഷം കെട്ടൽ,
കുഞ്ഞിക്കൂനൻ ഫെയും ഇതൊക്കെയാണ് ആ ചടങ്ങിൽ അവതരിപ്പിക്കുന്നത്. കൂടാതെ ഇപ്പോൾ പാവാട ഉടുത്ത പെരേരയെയും ആറാട്ടണ്ണനെയും വരെ അണിയിച്ചൊരുക്കുന്ന ഉത്തമ സമുദായമുണ്ട്. അപ്പോൾ ചോദിക്കും, ബാക്കി സമുദായക്കാരൊന്നും എന്താ ഇവരെ വിളിക്കാത്തതെന്ന്. അവർക്ക് ഈ കാശ് കൂടി വാരിയല്ലിൽ കൊഴുപ്പടിഞ്ഞ് ആ കൊഴുപ്പിൻ്റെ ചില അക്ഷരങ്ങൾ മാറ്റിയിട്ടാലുണ്ടാകുന്ന അസുഖം അവർക്കിടയിൽ വളരെ കുറവാണ്. എന്നാൽ ഉത്തമ സമുദായത്തിൻ്റെ ഇടയിൽ ഇത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യത്തേതിൽ 2 കാലുള്ള മനുഷ്യക്കഴുതകൾ കമന്ന് കിടക്കുമ്പോൾ കാളകൾ ഓടുന്നുവെങ്കിൽ ഇവിടെ 2 കാലുള്ള കാളകളും കഴുതകളും ചേർന്ന് നടത്തുകയാണ്. അവിടെ വെച്ച് കണ്ട് നിർവൃതി ആയിട്ട് അത് മതിയാവാത്തവർക്ക് റീൽസാക്കി പുറത്തു വിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെയും യക്ഷി കല്യാണത്തിന് ഈ പരിപാടിയൊക്കെ വേണേ എന്ന് പറയാൻ.